ശബരിമല മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് 800 ബസ്സുകൾ സംസ്ഥാനത്തുടനീളം സർവീസ് നടത്തുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ പറഞ്ഞു. പമ്പ ശ്രീരാമസാകേതം ഓഡിറ്റോറിയത്തിൽ ചേർന്ന ഗതാഗത വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പ്രധാനമായി ട്രാൻസ്പോർട്ട് മന്ത്രി എന്നതിൽ യാത്രാ ക്ലേശത്തെ കുറിച്ചുള്ളതാണ് പ്രശ്നം. ഞാൻ നിലയ്ക്കൽ ഞങ്ങൾ പോയി അവിടെ സന്ദർശിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. എംഎൽഎമാർ രണ്ടുപേരും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമായി ഞങ്ങൾ പത്തനംതിട്ട മുതൽ സംസാരിച്ചുകൊണ്ടാണ് വന്നത്. നമുക്ക് ചെറിയ ചെറിയ ചില കാര്യങ്ങളിലൂടെ പ്രശ്നം പരിഹരിക്കാൻ കഴിയും. ഇവിടെ ഇരിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥരോടും കൂടെ വന്നിരിക്കുന്നതോടെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും തുറന്നു പറയാനൊരു അവസരമുണ്ട്. അങ്ങനെ കേട്ടാൽ ഈ അഭിപ്രായം പറഞ്ഞാൽ എനിക്ക് തോക്കി വെച്ചിട്ട് കൈകാര്യം ചെയ്യണമെന്ന് വിചാരിക്കുന്ന ആളല്ല ഞാൻ. അതുകൊണ്ട് ഉള്ള കാര്യം തുറന്നു പറയണം. നമുക്ക് സുഖമായ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. നമ്മളൊരു ചർച്ചയിലേക്ക് കിടക്കാം. ജിനീഷ് എം എൽ എ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയും. നമുക്ക് കളക്ടറുണ്ട്. നമുക്ക് യാത്ര സുഗമമാക്കണം. KSRTC എന്തൊക്കെ ചെയ്ത് അഡീഷണലായിട്ട് ബസ്സുകൾ വേണോ, നിലവിലുള്ള ചില കാര്യങ്ങൾ, നിലയ്ക്കലിൽ കണ്ട ചില കാര്യങ്ങൾ ട്രാൻസ്പോർട്ട് കമ്മീഷൻ ഉണ്ടായിരുന്നു, അത് പറയണം. മാത്രമല്ല ഞാൻ എല്ലാവരോടും പറയുന്നത് ഫോറസ്റ്റ് വകുപ്പുകളടക്കം, അതായത് ട്രാൻസ്പോർട്ട്, KSRTC, മോട്ടോർ വെഹിക്കിൾ, പോലീസ്, ഫോറസ്റ്റ് അടക്കമുള്ള ഒരു ടീം വർക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു. ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർ ദേവസ്വത്തിൻ്റെ കാര്യങ്ങൾ നോക്കട്ടെ, ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങൾ നോക്കട്ടെ, മറ്റുള്ളവരുടെ ടീം വർക്ക് നമുക്ക് ഈ മകരവിളക്കിൽ വിജയകരമായി നടത്താൻ കഴിയണം. പോലീസും, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ്, KSRTC, പിന്നെ ഫോറസ്റ്റ്, ഈ 4 ഡിപ്പാർട്ട്മെൻറ്റ്, വൈദ്യുതി ബോർഡ് ഒക്കെ ഉണ്ട്. ഉണർന്ന് പ്രവർത്തിച്ചാൽ നമ്മൾ ഈ പ്രശ്നങ്ങളില്ലാതെ ഈ മകരവിളക്കിനെ അറിയിക്കാൻ കഴിയും. അതിന് ജില്ലാ കളക്ടർ, SP മാരുടെ നേതൃത്വത്തിലുള്ള, പിന്നെ പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരുണ്ട്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് ചർച്ചയിലേക്ക് കിടക്കുമ്പോൾ പ്രധാനമായ വിഷയം KSRTCയിലെ ഉണ്ടാകുന്ന തിരക്കാണ്. നിലയ്ക്കൽ നിന്നും ഞങ്ങൾ കണ്ടതിലൊരു തീരുമാനം എടുത്ത കാര്യം ഞാൻ പറയാം. ഈ ദീർഘദൂര വാഹനങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയത്ത് വരുന്ന ഫാസ്റ്റ്, സൂപ്പർ ഫാസ്റ്റ് വണ്ടികൾ പമ്പ വരെ ഭക്തജന കൊണ്ടുണ്ട്. ഇവിടെ നിന്ന് ഭക്തജനങ്ങളെ തിരിച്ച് നിലയ്ക്കലേക്കല്ല, വന്ന ഡെസ്റ്റിനേഷൻ തിരുവനന്തപുരം അല്ലെങ്കിൽ കോട്ടയം, കോഴിക്കോട്, ഇവിടെ അങ്ങോട്ട് നിറഞ്ഞു കഴിഞ്ഞാൽ ആ വണ്ടി നിലയ്ക്കൽ ബസ് സ്റ്റേഷനിലേക്ക് കയറേണ്ടതില്ല. നേരെ പോകും, കാലിയായിട്ട് പോകരുത്. നിറഞ്ഞാൽ കണ്ടക്ടർ നിർദ്ദേശം കൊടുക്കുക. ഫുള്ളായി കഴിഞ്ഞാൽ പിന്നെ ആ നിലയ്ക്കൽ കയറിയിട്ട് സമയം അനുകെടുത്ത് ഡീസൽ വിലയും ചെയ്ത് നേരെ വിട്ടോണം എത്രയും പെട്ടെന്ന്. ആ ഒരു വണ്ടി ഇവിടുന്ന് മാറിക്കിട്ടും. ഇതാണ് നമ്മൾ ആദ്യം കണ്ടപ്പോൾ തോന്നിയത്. പിന്നെ ഒരു കാര്യം നിർദ്ദേശം തന്നിട്ട് തുടങ്ങാം. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇവിടെ ഉണ്ട്. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്രദ്ധിക്കേണ്ടത്, നിലയ്ക്കൽ ബസ് സ്റ്റേഷനിൽ ഒരു 4 ബാരിക്കേഡ്, അതായത് KSRTCയിലെ സ്റ്റാൻഡ് ഇരിക്കുന്നതിൻ്റെ നേരെ മുമ്പിലായിട്ട് ക്യൂ നിൽക്കാൻ വേണ്ടി അവിടുത്തെ പോലീസ് ഓഫീസർ, നമ്മുടെ SP ഉണ്ടായിരുന്നു, ഞങ്ങളത് സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങളൊന്ന് മനസ്സിലാക്കിയത്, ഈ തിക്കി തിരക്കി ബസ്സിലേക്ക് കയറുന്ന ഒരു അന്തരീക്ഷം, എനിക്ക് ബസ് കിട്ടില്ല എന്ന ഭയം. ജിനീഷ് MLA പറയുന്നത് ഭക്തജനങ്ങൾ വണ്ടിയുടെ പുറകെ കൊടുത്തൊരവസ്ഥ, അത് ഒഴിവാക്കുകയാണ്. ഒരു 3-4 വണ്ടി വരി വരിയായിട്ട് അതിൻ്റെ ഡോറിലേക്ക് കയറത്തക്ക രീതിയിൽ ക്യൂ കയറത്തക്ക ഒരു ബാരിക്കേഡ് ചെയ്തു. നാളെ തന്നെ ചെയ്യും. ഇന്ന് തന്നെ അതിനുള്ള ഏർപ്പാടുണ്ടാക്കുക. നാളെ വൈകിട്ടിന് മുമ്പേ ട്രാൻസ്പോർട്ട് KSRTC ഉദ്യോഗസ്ഥർ മനസ്സിലാക്കുക, പോലീസ് ഓഫീസേഴ്സ് മനസ്സിലാക്കുക. നാളെ വൈകിട്ടിന് മുമ്പേ അത് റെഡിയാക്കി അതിലൂടെ വേണം ബസ്സിനകത്തേക്ക്. അപ്പൊ തിക്കും തിരക്കം വന്നാൽ എനിക്ക് ഒരു ബസ് കിടക്കുന്നത്, 2 ബസ് കിടക്കുന്നത്, ഈ 3 ബസ്സിലേക്ക് 4 ബസ് കിടക്കണേ, 4 ബസ്സിൽ സൈമൾട്ടേനിയസ്ലി ആളുകൾ ഓരോ വണ്ടിയായിട്ട് കയറുകയല്ല, ഈ 4 ക്യൂ ഇട്ട് കൊടുക്കും. ബാരിക്കേഡിന് സൈഡിൽ ഇട്ടിട്ട് ഒരു ക്യൂവിൽ വന്നിട്ട് അത് 4 ബസ്സിന്റെ ഡോറിലേക്ക് പോകണം. അവിടെ ബസ് കയറുന്നതിനകത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഉണ്ടാകും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് നിങ്ങളിവിടെ വന്നത്. എല്ലാ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരും പങ്കെടുത്തു. ബഹുമാന്യ 2 MLA-മാർ, ഈ മണ്ഡലത്തിന് MLA, തൊട്ടടുത്ത മണ്ഡലത്തിന് MLA പങ്കെടുത്തു. നമ്മളൊരു ഈ മകരവിളക്ക് കാലം വളരെ നല്ലൊരു സുഗമമായി ഭക്തജനങ്ങൾക്ക് വന്നു പോകുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ ലക്ഷ്യത്തോടെയാണ് നമ്മൾ കൂടിയത്. കാര്യങ്ങൾ ചർച്ച ചെയ്തു. KSRTCയുടെ ഭാഗത്ത് നിന്ന് KSRTC കഴിഞ്ഞ വർഷം 700 ബസ് ഓടിച്ചു. ഈ പ്രാവശ്യം 800 ബസ് ഓടി. കഴിഞ്ഞ നമ്മുടെ 100ഓളം ബസ്സുകൾക്ക് നമുക്ക് ഈ കടന്നു വരാൻ പറ്റാത്തതുകൊണ്ട് ഇന്നൊക്കെ ഒരു തീരുമാനം നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പം അതെല്ലാം ബസ്സുകളെല്ലാം എനിക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചു. മലയിൽ കൊണ്ടുവന്നതിന് ശേഷം പമ്പയ്ക്കടുത്ത് കൊണ്ട് നടത്തിയതിന് ശേഷം ആളുകൾ വരുന്നതനുസരിച്ച് താഴോട്ട് കൊണ്ടുപോകും. കാരണം മറ്റത് വെറുതെ വേസ്റ്റാണ് അവിടെ കൊണ്ടുവരുന്നത്. നേരത്തെ തന്നെ പട്ടികൾ മകരവിളക്കിന് ആളുകൾ വരുന്നവർക്ക് ഇങ്ങോട്ട് കൊണ്ടുവരും. പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളെ കുറിച്ച് പോലീസ് ഡിപ്പാർട്ട്മെന്റുമായി സംസാരിച്ച് കഴിഞ്ഞു. ഇവിടെ പാർക്ക് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. വനംവകുപ്പിന്റെ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞു.
മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇപ്പോൾ ഇവിടെ നടക്കുന്ന ഒരു പദ്ധതി ഉപരിയായി തൊട്ടടുത്ത ജില്ലകളിലെയും ഓഫീസുകളിലെയും ഉദ്യോഗസ്ഥരെയും കൊണ്ട് റിക്രൂട്ട് ചെയ്യാനായിട്ട് ട്രാൻസ്പോർട്ട് കമ്മീഷണർ നിർദ്ദേശമുള്ളത്. അദ്ദേഹം അത് അവരെ വരുമ്പോഴേ ഈ പാർക്കിങ്ങിന്റെ കാര്യത്തിൽ KSRTC ബസ്സുകളുടെ പാർക്കിങ്ങിന്റെ കാര്യത്തിൽ തീരുമാനം പോലീസിനോട് നമ്മൾ റിക്വസ്റ്റ് വെച്ചു. അത് നിർബന്ധമായിട്ടും കളക്ടർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. KSRTC ബസ്സുകളെ പോലീസ് തടഞ്ഞിടരുത് ഒരു സ്ഥലത്ത്. കാരണം KSRTC ബസ്സുകൾ കയറി വന്നാൽ മാത്രമേ ഇനിയുള്ള ദിവസങ്ങളിൽ ആളുകളെ കൊണ്ടുവന്നിട്ടുള്ളൂ. എവിടെയെങ്കിലും തടഞ്ഞിടുമ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞതുപോലെ വെള്ളം കുടിക്കാനും ആഹാരം കഴിക്കാനും കഴിയുന്ന സ്ഥലങ്ങളിലേക്ക്, കാരണം ഈ ഡ്യൂട്ടിയിൽ നിൽക്കുന്ന പോലീസ് ഓഫീസർമാർ തിരക്കാന്ന് അറിയുന്നവണി അവരാരുടെ നിർദ്ദേശമില്ലാതെ വയർലെസ് കേട്ടിട്ടാണോ മൊബൈൽ കേട്ടിട്ട് അവരെ തടഞ്ഞിടേ തടഞ്ഞിരുന്ന് കാട്ടിട്ടെടുക്കുകയും അങ്ങനെ തടഞ്ഞിടരുത്. അതൊരു പ്രായോഗികമായി ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുന്നത് ശരിയാണ്. നമ്മൾ കോമൺ സെൻസ് ഉപയോഗിച്ച് തന്നെ അങ്ങനെ തടഞ്ഞിടാൻ പാടില്ല. അവരെ ഏതെങ്കിലും ഒരു ജംഗ്ഷനോട് ചേർന്ന് ആഹാരം കഴിക്കത്തക്ക രീതിയിൽ ഒരു സ്ഥലത്ത് നിർത്തുക എന്നുള്ളതാണ്. ഇതിലേക്ക് ഒരു സ്ഥായിയായ പരിഹാരം എന്ന് പറയുന്നത് വരുന്ന വഴിക്കുള്ള ക്ഷേത്രങ്ങളിൽ ദേവസ്വം കൂടെ ശ്രദ്ധിക്കേണ്ടവരുണ്ട്. അതാത് സ്ഥലത്തെ MLA-മാരെ MP-മാരെ ഒക്കെ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ അത് ഉപയോഗിച്ച് MLA ഫണ്ട് MP ഫണ്ടൊക്കെ ഉപയോഗിച്ച് ചില വിരിവയ്ക്കാനുള്ള സംവിധാനം, ഈ ആഡംബരങ്ങളൊന്നുമല്ല, അതിലേക്ക് നല്ല 10 നില കെട്ടണമെന്നല്ല ഉദ്ദേശിക്കുന്നത്. വിരിവയ്ക്കാനുള്ള ഒരു 10-150 പേർക്ക് കിടക്കാനൊക്കെയുള്ള ചില സൗകര്യങ്ങൾ, അവർക്ക് ആവശ്യമായ ടോയ്ലറ്റ് സൗകര്യങ്ങൾ, ഇവയെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഇത്തവണത്തെ ഒരു മകരവിളക്ക് ഭക്തിപൂർവ്വം നല്ല നിലയിൽ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും സഹകരണം, എല്ലാ ആരോഗ്യവകുപ്പും എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ട്. വനംവകുപ്പും അതുപോലെ എല്ലാവരും വളരെ സജ്ജമാണ്. പെരുന്നാട് പഞ്ചായത്തും തിരുവാഭരണ ഘോഷയാത്ര വരുന്നതിൽ വനംവകുപ്പും എല്ലാം എല്ലാ ഒരുക്കങ്ങളും നടത്തിയിട്ടുള്ള അതിൽ സന്തോഷമുണ്ട്. നമ്മൾ ബസ്സുകൾ കൂടുതൽ വരും, അത് നേരിട്ട് എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരുണ്ട്, പിന്നെ അഡീഷണൽ ട്രാൻസ്പോർട്ട് കമ്മീഷൻ്റെ ചുമതലയുണ്ട്, TC അത് നോക്കി നടത്തും. അപ്പോൾ എല്ലാവർക്കും നന്ദി. MLA-മാരായ അഡ്വക്കേറ്റ് പ്രമോദ് നാരായണൻ, അഡ്വക്കേറ്റ് KU ജനീഷ് കുമാർ, ട്രാൻസ്പോർട്ട് കമ്മീഷണർ S. ശ്രീജിത്ത്, DIG തോംസൺ ജോസ്, അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ പ്രേമചന്ദ് ശങ്കർ, ജില്ലാ കളക്ടർ A. ഷിബു, ജില്ലാ പോലീസ് മേധാവി V. അജിത്, ശബരിമല ADM എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചാനൽ 91.